വെളുത്ത മാർബിൾ പാളികളിൽ സ്വർഗം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങിയ പോലെ തിളങ്ങുന്ന ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് വിശ്വാസത്തിൻ്റെ മാത്രം പ്രതീകമല്ല, കലയും സംസ്കാരവും കൈകോർക്കുന്ന അത്ഭുത ശില്പകലകളുടെയും മഹത്തായ ഒരു സാക്ഷ്യമാണ്. ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ മോസ്കുകളിൽ ഒന്നായ അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് കാണാൻ ഞങ്ങൾ പോവുകയാണ്. വഴിയിലൊക്കെ മനോഹരമായി ചെടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പെറ്റൂണിയ പ്ലാന്റ്സ് എല്ലാം പൂത്തു നിൽക്കുകയാണ്. മറ്റ് പ്ലാന്റ്സ് എല്ലാം വെട്ടി മനോഹരമായി നിർത്തിയിരിക്കുന്നു. കണ്ണിന് ആനന്ദവും മനസ്സിന് സന്തോഷവും നൽകുന്ന സുന്ദര കാഴ്ചകൾ. എല്ലാം നല്ല വെടുപ്പും വൃത്തിയോടെയും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ കോമ്പൗണ്ടിനകത്തേക്ക് കയറി. ഏകദേശം 30 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു കോമ്പൗണ്ടാണ് ഈ മസ്ജിദിനുള്ളത്. ഈ ഈന്തപ്പനകൾ ലൈനായിട്ട് നിൽക്കുന്നു. ഇത് മരുഭൂമിയാണെന്ന് കണ്ടാൽ ഒന്നും അറിയില്ല. അവിടുന്ന് ഞങ്ങൾ കോമ്പൗണ്ടിനകത്ത് ബസ് പാർക്ക് ചെയ്യുന്നിടത്ത് കൊണ്ട് ബസ് പാർക്ക് ചെയ്ത ശേഷം ഇറങ്ങി നടക്കുകയാണ്. ഒരു ഇടവഴിയിലൂടെ കടന്ന് ഞങ്ങൾ മുന്നേക്ക് പോവുകയാണ്. അവിടെ ഒരു ഡൂമുണ്ട്. അതിന് ചുറ്റും വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു. അതിനകത്തുള്ള അണ്ടർഗ്രൗണ്ട് വഴിയിലൂടെയാണ് നമ്മൾ മോസ്കിലേക്ക് പോകുന്നത്. അങ്ങ് ദൂരെ മോസ്ക് കാണാവുന്നതാണ്. ഞങ്ങളവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പുറകിൽ കാണാം മനോഹരമായ വെള്ള മാർബിൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മോസ്ക്. എസ്കലേറ്റർ വഴി താഴേക്ക് ഇറങ്ങി അവിടെ കടകളൊക്കെ ഉണ്ട് ധാരാളം. കോഫി ഷോപ്പുകളും മറ്റ് കടകളും എല്ലാം ധാരാളമുണ്ട്. മുകളിലേക്ക് എസ്കലേറ്റർ പോകുന്നുണ്ട്. ഡൂം കാണാൻ നല്ല മനോഹരമാണ്. താഴേക്ക് വെട്ടം വരത്തക്കവണ്ണമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഭൂമിക്ക് അടിയിലൂടെയുള്ള വഴിയിലാണെങ്കിലും 2 സൈഡിലും ധാരാളം കടകളും അതുപോലെ ധാരാളം ആൾക്കാരും നടക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു ലക്ഷ്യത്തിൽ വെച്ച് പോകുന്നതുകൊണ്ട് കടകളിലൊന്നും തന്നെ കയറാതെ നീങ്ങുകയാണ്. മോസ്ക് കണ്ടതിന് ശേഷം വല്ലതും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കണം പറഞ്ഞിട്ടുണ്ട്. കടകളാണ് ഈ കാണുന്നതൊക്കെ. ഇടയ്ക്കെല്ലാം നമുക്ക് ചെക്കിംഗ് ഉണ്ട്. അതൊക്കെ കടന്നു വേണം പോകാൻ. അബുദാബിയുടെ ഹൃദയഭാഗത്ത് വെളുത്ത മാർബിൾ പാളികളാൽ തിളങ്ങി നിൽക്കുന്ന അതിസുന്ദരമായ ഒരു ആരാധനാലയമാണ് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. UAE സ്ഥാപക പ്രസിഡൻ്റായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായി ഇത് 2007 പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. ലോകത്തിലെ ഏറ്റവും വലിയ മസ്ജിദുകളിൽ ഒന്നാണിത്. ഒരേ സമയം ഏകദേശം 50,000 പേർക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ വിസ്തൃതിയുള്ള ഒരു പള്ളിയാണിത്. 82 ഡോംസുകളും 4 ഉയർന്ന ഗോപുരങ്ങളുമൊക്കെയുള്ള ഏകദേശം 107 മീറ്റർ ഉയരമുള്ള ഒരു പള്ളിയാണിത്. 24 ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത വിളക്കുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൈകൊണ്ട് നെയ്ത കാർപ്പറ്റും ഇവിടെയാണ് കാണുന്നത്. ഞങ്ങളിവിടെ നിന്ന് ഫോട്ടോകളൊക്കെ എടുത്തു. മസ്ജിദിൻ്റെ മധ്യത്തിൽ വിശാലമായ ഒരു സ്ഥലമുണ്ട്.
ഈ മസ്ജിദിൻ്റെ നിർമ്മാണത്തിൽ മാർബിൾ, സ്വർണം, കൃത്രിമവും പ്രകൃതിദത്തവുമായ കല്ലുകൾ, ക്രിസ്റ്റൽ എന്നിവയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ്ലാമിക്, മൊറോക്കിയൻ, മുഗൾ, ഓട്ടോമൻ ശൈലികളിലുള്ള കലാസങ്കലനം ഇവിടെ കാണാവുന്നതാണ്. ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ അവിടെ നിന്ന് എടുത്തു. ആയിരത്തിലധികം തൂണുകൾ ഇതിനുണ്ട്. വെളുത്ത മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പുഷ്പാലങ്കാര ഡിസൈൻ അല്ലെങ്കിൽ സെമി പ്രഷ്യസ് സ്റ്റോൺ ഉപയോഗിച്ചാണ് പല തൂണുകളും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കത് തൊട്ട് നോക്കിയാൽ അറിയാം. ഇതിൻ്റെ പുറത്തുള്ള പ്രാകാരത്തിലും നടപ്പാതകളിലും നിരനിരയായി നിൽക്കുന്ന തൂണുകൾ കണ്ടാൽ ഒരു രാജകീയ അരമനയിലേക്ക് കടക്കുന്നത് പോലെ ഒരു അനുഭവം നമുക്ക് ലഭിക്കും. 1096 മാർബിൾ തൂണുകളുണ്ടെന്നാണ് കണക്ക്. ഓരോന്നിലും സൂക്ഷ്മമായ പുഷ്പകല. ഇത് ഒരു പള്ളി മാത്രമല്ല, കലയെ പ്രാർത്ഥനയാക്കി മാറ്റിയ മഹത്തായ സൃഷ്ടിയാണ്. ജാതി, മത, രാജ്യ വ്യത്യാസമില്ലാതെ ആർക്കും ഇവിടെ കയറി സന്ദർശിക്കാവുന്നതാണ്. വെള്ളിയാഴ്ച രാവിലെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസവും ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ കയറി സന്ദർശിക്കാവുന്നതാണ്. പ്രവേശനം ഫ്രീ ആണ്. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പരമ്പരാഗതവും മര്യാദപൂർവമായ വസ്ത്രധാരണം ഇവിടെ ആവശ്യമാണ്. സ്ത്രീകൾ തലമറച്ചിരിക്കണം. കൈയും കാലുമൊക്കെ മറച്ച് ഉള്ള ഡ്രസ്സ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ പുരുഷന്മാരും പാൻറ്റോ അതുപോലുള്ളതേ ഉള്ളൂ. ഷോർട്ട്സ് ഒന്നും ഇടാൻ അനുവാദമില്ല. പള്ളിക്കകത്ത് അധികം ശബ്ദമോ ബഹളമോ ഒന്നും വെക്കാൻ അനുവദിക്കുന്നതല്ല. ഒരു പള്ളിക്കകത്ത് ഫോട്ടോ എടുക്കുമ്പോൾ ഉണ്ടാകേണ്ട മാന്യതയൊക്കെ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 20-25 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ. 1996 നിർമ്മാണം ആരംഭിച്ച് 2007 പൂർത്തിയായ ഈ മസ്ജിദ് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ശില്പികൾ, എഞ്ചിനീയർമാർ, കലാകാരന്മാർ എന്നിവരുടെ സഹകരണത്തോടെയാണ് സൃഷ്ടിച്ചത്. പല രാജ്യത്തെ സമയം കാണിക്കുന്ന ക്ലോക്ക് ഇവിടെയുണ്ട്. തൂണുകളുടെ മുകളിലെല്ലാം അതുപോലെ തന്നെ ഭിത്തിയിലും മനോഹരമായ സൃഷ്ടികളാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ഇവിടുത്തെ കാർപ്പറ്റ് തന്നെയാണ്. 5600 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുണ്ട് ഇവിടെ ഈ കാർപ്പറ്റിന്. ഭാരം ഏകദേശം 35 ടണ്ണാണ്. ഇറാനിലെ പ്രശസ്തരായ കലാകാരന്മാർ സൃഷ്ടിച്ചതാണ്. ഇത് ഏകദേശം 1200 തൊട്ട് 1300 പേര് 1.5 തൊട്ട് 2 വർഷം വരെ കൈകൊണ്ട് ചെയ്ത ഒരു കലാസൃഷ്ടിയാണിത്. കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മേൽത്തട്ടിലെ മനോഹരമായ അലങ്കാരങ്ങളും തൂങ്ങിക്കിടക്കുന്ന ചാഡ്ലിയേഴ്സും നമുക്ക് കാണാവുന്നതാണ്. വെട്ടിത്തിളങ്ങുന്ന ലൈറ്റുകൾ, 35 ടൺ ഭാരമുള്ള 1000-ലധികം കരകൗശല വിദഗ്ധരുടെ കൈപ്പണി. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലെ ഈ കാർപ്പറ്റ് ഒരു പായ മാത്രമല്ല, ലോക റെക്കോർഡ് നേടിയ ഒരു കലാസൃഷ്ടിയാണ്. 7 വലിയ ചാഡ്ലിയേഴ്സ് മസ്ജിദിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാന പ്രാർത്ഥന ഹാളിൻ്റെ ഒരു വലിയ ചാഡ്ലിയർ ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ചാഡ്ലിയേഴ്സ് ഒന്നായി അറിയപ്പെട്ടിരുന്നു. ജർമ്മനിയിലെ വിദഗ്ധ സ്ഥാപനമായ ഫോസ്റ്റിംഗ് നിർമ്മിച്ചതാണിത്. ലക്ഷക്കണക്കിന് സ്വരോസ്കി ക്രിസ്റ്റൽസും 24 കാരറ്റ് സ്വർണവും
ഇതിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമിംഗ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ചാട്ലിയറിൻ്റെ വ്യാസം ഏകദേശം 10 മീറ്ററും ഉയരം ഏകദേശം 15 മീറ്ററും ഭാരം ഏകദേശം 12 ടണ്ണുമാണ്. മുകളിലെ സ്വർണ്ണത്തിളക്കവും ക്രിസ്റ്റലുകളുടെ പ്രകാശ പ്രതിഫലനവും ചേർന്നാൽ പ്രാർത്ഥന ഹാൾ മുഴുവൻ ഒരു രാജമന്ദിരം പോലെ അനുഭവപ്പെടും. വെളിയിൽ ഇറങ്ങിയാലോ അതിലും അതിമനോഹരം. ആയിരക്കണക്കിന് തൂണുകളും വെട്ടി നിർത്തിയിരിക്കുന്ന ചെടികളും കെട്ടി നിർത്തിയിരിക്കുന്ന ജലവും ഉയർന്നു നിൽക്കുന്ന മിനാറുകളും എല്ലാം വാക്കുകളാൽ വർണ്ണിക്കാവുന്നതിലും ഭംഗിയാണ്. അതിൻ്റെ ഭംഗിയൊക്കെ ധാരാളം പേര് അവരുടെ ക്യാമറയിലും മൊബൈലിലും ഒക്കെ ഒപ്പിയെടുക്കുന്നുണ്ട്. പല പോസിൽ നിന്ന് ഫോട്ടോകളൊക്കെ എടുക്കുന്നു. വലിയ മരമാകുന്ന ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് വെട്ടി നിർത്തിയിരിക്കുന്നു. ഈ മഹത്തായ നിർമ്മിതിക്ക് 2 ബില്യൺ ദിർഹം ചിലവായിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഇന്ത്യൻ റുപ്പീസിലാണെങ്കിൽ ഏകദേശം 4000 കോടി രൂപ ചിലവായിട്ടുണ്ട്. ഇതൊരു വിശ്വാസത്തിൻ്റെയും കലയുടെയും അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെയും സമുന്നയമാണ്. ഓരോന്നിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അതാത് സ്ഥാനങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. പുറത്തിറങ്ങി വരുമ്പോൾ ഇവിടെ കൈയും കാലും ഒക്കെ കഴുകാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ പെറ്റൂണിയ എന്ന പ്ലാന്റ് പൂത്ത് നിൽക്കുന്നുണ്ട്. ധാരാളം ടാപ്പുകളുണ്ട് ഇവിടെ. ചെടികളൊക്കെ മനോഹരമായി വെട്ടി നിർത്തിയിരിക്കുന്നു. അങ്ങ് ദൂരെ വരെയുള്ള സ്ഥലം മരങ്ങളും ചെടികളുമായി ഭംഗിയായി വെട്ടി നിർത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ അകത്തൂടെ വീണ്ടും നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ കൂടാണ് പുറത്തേക്ക് പോകുന്നത്. ഭിത്തിയുടെ 2 സൈഡിലും ചരിത്രത്തിൻ്റെ ഏടുകളിൽ കൂടെയുള്ള ചിത്രങ്ങൾ പതിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെ സന്ദർശനം, ചാൾസ് രാജകുമാരൻ്റെ സന്ദർശനം, ഇങ്ങനെ ഓരോന്നും. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പോകാനായി ബഗ്ഗി കാറുകൾ ഇവിടെയുണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ധാരാളം കടകൾ കാണാം. ഈ പള്ളിയുടെ ഒരു മിനിയേച്ചർ രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പലരും ഈ പള്ളി സന്ദർശിച്ചിട്ടുണ്ടായിരിക്കും. എങ്കിലും കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.